എക്സാമ്പിൾസ് ഓഫ് ടോപ്പോളജി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മളൊരു 11 ടോപ്പോളജികൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ ടോപ്പോളജി ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയാം. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു മെട്രിക് സ്പേസ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക് സ്പേസിലാണ്. ഇത് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ടോപ്പോളജി എന്ന് പറയാൻ കാരണം, ഇതിലെല്ലാ സെറ്റുകളും ഓപ്പൺ ആണ്. ഇതെല്ലാ സെറ്റും ഓപ്പൺ ആണ്. ഇതിലുള്ള എലമെൻസുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ സെറ്റിനായിരിക്കും. പവർ സെറ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ടോപ്പോളജി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് പവർ സെറ്റ് എന്നറിയോ? ഇപ്പോൾ ഞാൻ ഒരു എക്സ് എന്ന് പറയുന്ന എലമെൻ്റ് ആയിട്ട് 1 2 3 എടുത്തു, സെറ്റ് 1 2 3. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പവർ സെറ്റ് എന്താ ഉണ്ടാവുക? ഇതിൽ പോസിബിൾ ആവുന്ന എല്ലാ സബ്സെറ്റുകളും ഉണ്ടാവും അല്ലേ. ആദ്യം എം ടി സെറ്റ് ഉണ്ടാവും, ഇത് 5 ആട്ടോ. എം ടി സെറ്റ് ഉണ്ടാവും, പിന്നെ സിംഗിൾട്ടൺ സെറ്റുകൾ ഉണ്ടാവും, പിന്നെ ഡബിൾ, പിന്നെ ട്രിപ്പിൾ അല്ലേ. എക്സ് എന്ന് പറയുന്ന ഈ സെറ്റ് തന്നെയാണ് ഈ 1 2 3. അപ്പോൾ ഇതിൽ നോക്കിയേ 5 ഉണ്ട്, എക്സും ഉണ്ട്, ഇതിലുള്ള എല്ലാ സബ്സെറ്റുകളും ഉണ്ട്. അപ്പോൾ ഇത് പവർ സെറ്റ്, ഈ നമ്മുടെ പവർ സെറ്റുള്ള എല്ലാ എലിമെൻറ്റ്സും ഇതിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് ടോപ്പോളജിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രീറ്റ് ടോപ്പോളജിയാണ് ഏറ്റവും വലിയ ടോപ്പോളജി. ഇനി ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മെട്രിക് ഏതാണെന്ന് നോക്കണം. ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മെട്രിക്കാണ് ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറഞ്ഞത്. ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? നമ്മൾ പറയാറില്ലേ, ഡി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈക്വൽ ടു വൈ 1 ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. ഇത് നമ്മൾ ഡിസ്ക്രീറ്റ് മെട്രിക് എന്ന് പറയാം. ഈ ഡിസ്ക്രീറ്റ് മെട്രിക്കുമായിട്ട് ഇൻഡ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ടോപ്പോളജിയാണ് ഡിസ്ക്രീറ്റ് ടോപ്പോളജി. ഇനി ഏറ്റവും ചെറിയ ടോപ്പോളജി ഉണ്ടാവില്ലേ, നമ്മൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജി ഇപ്പോൾ ഏറ്റവും വലിയ ടോപ്പോളജിയാണ്. അതേപോലെ ഏറ്റവും ചെറിയ ടോപ്പോളജിയാണ് ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇതും ഒരു മെട്രിക് സ്പേസ് എക്സിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എക്സിൽ ഡിഫൈൻ ചെയ്യാത്ത ടോപ്പോളജിയൊക്കെ നമ്മളിവിടെ പറയാൻ പോകുന്നുണ്ട് കേട്ടോ. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജി നമ്മൾ എക്സിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഇതിലാകെ 2 എലമെൻ്റ് ഉണ്ടാവുള്ളൂ. ഒന്ന് എം ടി സെറ്റും ഒന്ന് നമ്മുടെ എക്സും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിലുള്ള എലമെൻറ്റ്സ് അല്ലേ. ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ആകെ 2 എലമെൻ്റ് ഉണ്ടാവും. ഒന്ന് 5 ഉണ്ടാവും, ഒന്ന് സെറ്റ് എക്സ് എന്ന് പറയുമ്പോൾ 1 2 3 ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ. ഇനി നമ്മുടെ ഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ ഡിസ്ക്രീറ്റ് മെട്രിക് ആണ് ഇൻഡ്യൂസ് ചെയ്ത് എന്നുള്ളതുപോലെ ഇൻഡിസ്ക്രീറ്റ് ടോപ്പോളജിയിൽ സ്യൂഡോ മെട്രിക് ആയിരിക്കും അതിനെ ഇൻഡ്യൂസ് ചെയ്യുക. സ്യൂഡോ മെട്രിക് നമുക്ക് വേറെ എവിടെയൊന്നും പഠിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം.